പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. പൗലോസ്ലീഹ കോരിന്തർക്ക് എഴുതിയ ലേഖനത്തിൽ, ഒന്നാം ലേഖനത്തിൽ അതിൻ്റെ 13-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവകൾ നിലനിൽക്കും, എന്നാൽ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയാണ്. സഭ തന്നെ വിശ്വാസികളുടെ സമൂഹമാണ്. സഭാവർഷം സുറിയാനി ക്രമീകരണം അനുസരിച്ച് ഈ നവംബർ മാസത്തെ ആദ്യത്തെ ആഴ്ചയോടെയാണ് ആരംഭിക്കുന്നത്. സഭയുടെ വിശുദ്ധീകരണത്തിലൂടെയാണ് ഈ സഭാവർഷം ആരംഭിക്കുന്നത് തന്നെ. ഹൂദശീത്തോ, അടുത്ത ആഴ്ച ഹൂദശീത്തോ സഭയുടെ പുതുക്കത്തിൻ്റെ നാളുകളാണ്. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. അതുപോലെ പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ നമ്മളെ സഹായിക്കുന്നതാണ്. മാനവകുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ പ്രത്യാശയിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. ഇവയിലെല്ലാം വലുതാണ് സ്നേഹമെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ രാഹിത്യമാണ് ഇന്ന് സമൂഹത്തിൽ നടമാടുന്നതായ അതിക്രമങ്ങൾക്കും എല്ലാം കാരണമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. സമൂഹത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലും സ്വസ്ഥത നഷ്ടപ്പെടുന്നത് ഈ സ്നേഹത്തിൻ്റെ രാഹിത്യമാണ് കാരണമായിട്ട് കണ്ടെത്താനായിട്ട് ഇടയാക്കുക. ഒരിക്കൽ ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി അവരുടെ കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ അടുക്കൽ ഷെയർ ചെയ്യുകയായിരുന്നു. അവരെ ഏറ്റവും അലട്ടുന്നതായ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനമാണ്. മദ്യപിച്ച് മുഴുവൻ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ദേഹോപദ്രവവും നിരന്തരം പ്രശ്നങ്ങളായിട്ട് മാറി. ആ പശ്ചാത്തലത്തിലാണ് അവരൊരു ധ്യാനം കൂടുവാനായിട്ട് തയ്യാറായത്. ധ്യാനവേളയിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളതായ ഒരു കൊറിയൻ സംഭവം അവരോട് ഷെയർ ചെയ്യുവാനായിട്ട് തയ്യാറായി. മറ്റൊന്നുമായിരുന്നില്ല, ഇതുപോലെ മദ്യപാനിയായ ഒരു ഭർത്താവിനെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ തീവ്ര ശ്രമം നടത്തുകയായിരുന്നു. ഫലം കിട്ടാത്ത പശ്ചാത്തലത്തിൽ അവരൊരു സന്യാസിയുടെ അടുക്കൽ ചെന്ന്, ഒരു ആത്മീയ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പ്രശ്നം പങ്കുവയ്ക്കുവാനായിട്ടിടയായി. ആ സന്യാസി ഒരു കഷായത്തിന് കുറിച്ച് കൊടുത്തിട്ട് അതിൽ ഒരു കരടിയുടെ മീശ കരിച്ച് ചേർക്കണമെന്ന്, മെമ്പടിയായിട്ട് ചേർക്കണമെന്ന് നിർദ്ദേശിച്ചു. എവിടെ കിട്ടും കരടിയുടെ മീശ? എന്തായാലും ആവശ്യമല്ലേ? തീക്ഷ്ണമായ അന്വേഷണത്തിന് അവൾ തയ്യാറായി. അങ്ങനെ അവരുടെ വീടിനടുത്തുള്ള ഒരു വനത്തിൽ കരടിയെ തേടി പോവുകയാണ്. കരടിക്കുള്ള ആഹാരവുമായിട്ടാണ്, ഇറച്ചിയും ഭക്ഷണവുമായിട്ട് അവർ പോവുകയാണ്.
അവർ കാട്ടിലൊരു ഗുഹ കണ്ടെത്തി. ഗുഹയിലെ കരടിയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോയ ഈ ആഹാര സാധനങ്ങൾ, ഇറച്ചിയും ഭക്ഷണവുമെല്ലാം ഈ ഗുഹയുടെ വാതിക്കൽ വെച്ചിട്ട് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം അവർ ചെന്നപ്പോൾ ഈ ഭക്ഷണം അവിടെ ഇല്ല എന്ന് മാത്രമല്ല, കരടിയുടെ കാൽപ്പാടുകൾ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. അപ്പോൾ ആ ഗുഹയിലെ കരടിയുണ്ട് എന്ന് അവർ സ്ഥിരീകരിച്ചു. രണ്ടാം ദിവസവും അവർ കരടിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. 2 ദിവസം ഭക്ഷണം കിട്ടിയപ്പോൾ കരടിക്ക് കുശാലെ മൂന്നാം ദിവസം ഏതാണ്ട് സമയമായപ്പോൾ കരടി ഗുഹാവാതിക്കൽ വന്ന് നിൽക്കുക. ഗുഹാവാതിക്കൽ നിൽക്കുന്ന കരടിയെ കണ്ട് ഈ സ്ത്രീ ആഹാരവുമായിട്ട് ചെന്നപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ ആഹാര സാധനങ്ങൾ ഗുഹാവാതിക്കൽ നിൽക്കുന്ന കരടിക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ കരടിക്ക് മനസ്സിലായി ആരാണ് ഈ ആഹാരം കൊണ്ടുവരുന്നത് എന്നുള്ളത് കരടിക്ക് മനസ്സിലായി. 4-ാം ദിവസം ഇവർ ആഹാരം കൊണ്ടു ചെല്ലുമ്പോൾ ഈ കരടി ഇവരുടെ അടുത്ത് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുക. അവർക്ക് മനസ്സിലായി കരടി അവരോട് ഇണങ്ങിയെന്ന്. ഇവരെ ആഹാര സാധനങ്ങൾ കരടിക്ക് നേരിട്ട് കൊണ്ട് കൊടുത്തു. കരടി ആർത്തിയോടെ ആഹാരം കഴിക്കുമ്പോൾ ഇവർ കരടിയുടെ ദേഹത്ത് സ്നേഹമിശ്രണമായി തലോടുന്നു. ഏതൊരു പട്ടിയും ശിരസിൽ തലോടിയാൽ അതിൻ്റെ അടിമയാകും, അവരുടെ അടിമയാകുമെന്ന് പറയുന്നത് അനുസരിച്ച് ഇവർ ഈ കരടിയുടെ ശിരസിൽ തലോടി. അവരുടെ ലക്ഷ്യം കരടിയുടെ മീശയായിരുന്നു. എന്തായാലും മീശ പറിച്ചു. ഇവർ തിരികെ ഈ സന്യാസിയുടെ അടുക്കൽ ഭർത്താവിന് കഷായം തയ്യാറാക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭർത്താവിനൊരു കഷായം കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കരടിയെ മെരുക്കുവാനായിട്ടുള്ള കൃപ നിനക്കുണ്ട്. ഈ സ്നേഹം നിൻ്റെ ഭർത്താവിന് നീ കൊടുത്തേ അയാളെ നിനക്ക് നേടുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും എൻ്റെ അടുക്കൽ ഷെയർ ചെയ്ത ഈ സഹോദരി ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ആ ഉപദേശം പൂർണ്ണതോതിൽ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായി. അവർ ധ്യാനം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാഴ്ച കൂടെയില്ലാതിരുന്ന ഭാര്യയെ പകരം വിട്ടുന്നതിന് വേണ്ടിയിട്ട് പുലി പോലെ ചീറിക്കൊണ്ട് ചാടി വീഴുകയാണ്. ഈ സഹോദരി സാധാരണഗതിയിൽ ഭർത്താവ് അവരോട് കാണിക്കുന്നതിൻ്റെ 4 ഇരട്ടിയായിട്ട് തിരിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം സംഭവിച്ചത് പുലി പോലെ ചീറി വന്ന ഭർത്താവിൻ്റെ മുമ്പിൽ പൂച്ച പോലെ സൗമ്യമായിട്ട് അവൾ പെരുമാറാനായിട്ട് തയ്യാറായി എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹം നൽകാതെ വന്നതാണ് എൻ്റെ പരാജയം എന്ന് പറഞ്ഞുകൊണ്ട് അവളാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞ് സ്വയം കുറ്റം ഏറ്റെടുത്ത് ഭർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതിനുശേഷം ഈ സഹോദരി പാവിരിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തമ്പുരാൻ്റെ അടുക്കൽ കണ്ണുനീരൊഴുക്കി അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥനാ നിരതയായി. കുറെ കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുക്കൽ നിന്നൊരു മോങ്ങൽ ശബ്ദം കേട്ടുകൊണ്ട് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഈ ഭർത്താവും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ വിങ്ങിപ്പൊട്ടി കരയുന്നതായ സംഭവം. പ്രിയമുള്ളവരെ, അത് അവളെ അത്ഭുതപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ സഹോദരി എന്നെ വിളിച്ചു പറയാനായിട്ടിടയായി, അച്ഛാ, ഇന്നലെ എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ്. സംഭവിച്ചെന്തെന്നറിഞ്ഞോ? ആ കുടുംബം ഒരു സ്വർഗമായി മാറി. പ്രിയമുള്ളവരെ,
സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത് പരാജയമായിട്ട് മാറുന്നത്. പലപ്പോഴും മദ്യപാനികളെയൊക്കെ നമ്മൾ എഴുതിത്തള്ളുകയാണ്. അങ്ങനെയുള്ളവരെ ഒരു പ്രത്യേക കണ്ണോടെയാണ് നമ്മൾ കാണുന്നത് തന്നെ, സമൂഹവും കുടുംബാംഗങ്ങളും എല്ലാം, മക്കൾ പോലും. എന്നാൽ അവരെ മദ്യപിച്ചു എന്നുള്ളത് വാസ്തവമായിരിക്കും. കുറ്റബോധത്തോടെയാണ് അവർ ഭവനത്തിലേക്ക് വരുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കൂടി ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അയാളുടെ കുറ്റബോധം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, കൂടുതൽ മദ്യപിക്കുവാനായിട്ട്, അതിനെ കൂടെ ഫേസ് ചെയ്യാനായിട്ടുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ മദ്യപിക്കുവാനും അങ്ങനെ മദ്യപാനത്തിന് അടിമയാകുവാനും ഇതൊക്കെ ഇടയാകുന്നു എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്നതായ കാഴ്ചകൾ. അതുകൊണ്ട് ഇതുപോലുള്ളതായ അവസ്ഥകളെ സ്നേഹത്തോടെ നേരിടുവാനായിട്ട് തയ്യാറാകണം. പലരും എൻ്റെ അടുക്കൽ പറയാറുണ്ട്, അച്ഛാ ഈ സാഹചര്യത്തിൽ ഞാൻ അവർക്ക് സ്നേഹം കൊടുക്കാനായിട്ടിടയായാൽ അത് അദ്ദേഹം മുതലെടുക്കും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം വഷളാകാനേ അത് സഹായിക്കൂ എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ചിന്ത. സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് നമ്മൾ നൽകേണ്ടത്. മനുഷ്യസ്നേഹം കൊടുക്കുന്നത് നമുക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരും. അതിലർത്ഥമില്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് പ്രതികൂലതകളിൽ പ്രകടമാകുന്ന സ്നേഹമാണ്. ഒരിക്കൽ ഒരു ഭാവനയാണ് കേട്ടോ. കർത്താവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യുവതി എതിരെ വന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ പരിചയപ്പെടുത്തി, കർത്താവേ ഇത് ഇന്ന മകളാണ്, അവൾ നല്ല ദൈവഭക്തിയായൊരു മകളാണ്, ശാലീന സുന്ദരിയാണ്, പക്ഷേ വിവാഹപ്രായം കഴിഞ്ഞിട്ട് അവളുടെ വിവാഹം നടക്കുന്നില്ല, അതുകൊണ്ട് കർത്താവ് അതിലൊന്ന് ഇടപെടണം എന്ന് ശിഷ്യന്മാർ കർത്താവിനെ ഉപദേശിക്കുകയാണ്. കർത്താവൊന്നും മറുപടി പറഞ്ഞില്ല. അവർ മുന്നോട്ട് തന്നെ പോയി. ഈ സ്ത്രീ അവളുടെ വീട്ടിലേക്കും പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു മദ്യപാനിയായ മനുഷ്യൻ വഴിയിൽ അർത്ഥനഗ്നനായി ഛർദ്ദിച്ച് കിടക്കുന്നതായ, അവശനായി കിടക്കുന്നതായ ഒരു കാഴ്ച ശ്രദ്ധിക്കുക. കർത്താവ് ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ എനിക്കറിയാം, ഇവനും അവിവാഹിതനാണ്. നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയ ആ അവിവാഹിതയായ യുവതിക്ക് ഇവനെ ഭർത്താവായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ശിഷ്യന്മാർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. കർത്താവ് എന്തായി പറയുന്നത്? അവൾ നല്ല ശാരീന സുന്ദരിയായ, മിടിമിടിക്കിയായ, ദൈവഭക്തിയായ ഒരു സ്ത്രീ, ഈ ആഭാസനായ മനുഷ്യനെ അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമാണോ? ശിഷ്യന്മാരെ ചോദിക്കുക. പൊതുവെ നമ്മുടെയും ധാരണ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, ഇവനും എൻ്റെ മകനാണ്, ഇവനെ അവളുടെ പക്കൽ ഏൽപ്പിച്ചാൽ അവളെപ്പോലെ ആക്കുവാനായിട്ട് ഇവന് സാധിക്കും, അവൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെയും, അതാണ് കർത്താവിൻ്റെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടൽ നേരെ തിരിച്ചാ. എല്ലാം ഒത്തിണങ്ങിയതായ ഒരു ബന്ധങ്ങളാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്കറിയാമല്ലോ, ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായ അനുഭവമാണ് ഏദൻ പർദീസായിൽ ദൈവം മനുഷ്യന് ജീവിത പങ്കാളിയെ കൊടുക്കുവാനായിട്ട് തയ്യാറായത്. ദൈവം തൻ്റെ സൃഷ്ടിയെ മുഴുവനും വീക്ഷിച്ചപ്പോൾ തൻ്റെ സൃഷ്ടികളെല്ലാം സന്തോഷം കൊണ്ട് പുളകിതരാകുകയാണ്. എന്നാൽ മനുഷ്യൻ മാത്രം മ്ലാനവദനായിട്ടിരിക്കുന്നത് ദൈവം ശ്രദ്ധിച്ചു. അപ്പോൾ ദൈവം തൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് അതിനെ വിലയിരുത്തിയത് ഇങ്ങനെയാണ്:
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടെത്തുവാൻ കാരണം ദൈവം തൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. ഏകദൈവ ചിന്ത പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായ ഒരു ആശയമാണ്. എന്നാൽ അതൊരു തെറ്റായ ആശയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധ രൂഹ ഈ 3 ആളത്വങ്ങളിലാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് വെളിപ്പെടുന്നത്. അപ്പോൾ ഏകദൈവ ചിന്തയിൽ സ്നേഹം തന്നെയായ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടമില്ല. ദൈവം സ്നേഹമാണല്ലോ. സ്നേഹം തന്നെയായ ദൈവത്തിന് ഏകദൈവ ചിന്തയിൽ അവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധ രൂഹ 3 ആളത്വങ്ങളിൽ വെളിപ്പെടുന്നത്. ഈ ബോധ്യമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന ചിന്തയിലേക്ക് ദൈവത്തെ നയിക്കുവാനും അവന് തക്ക തുണയെ നൽകുവാനും തക്കോണം ദൈവം തയ്യാറായത്. തക്ക തുണ എന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥവ്യാപ്തികളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഞാൻ ആദ്യം കാണിച്ചതായ ആ സംഭവത്തിൽ ആ മദ്യപാനിയായ മനുഷ്യൻ ഈ ദൈവഭക്തിയായ സ്ത്രീക്ക് തക്ക തുണയായിട്ട് ദൈവം കണ്ടെത്തുകയാണ്. ഈ ആശയമാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. അതായത് പരസ്പര പൂരകമായ അല്ലെങ്കിൽ പരസ്പര സഹായം എന്ന് പറയുന്നത് ഒരനുഭവം കുടുംബജീവിതത്തിൽ ഉറപ്പാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഭർത്താവിനൊരു ബലഹീനതയുണ്ടെങ്കിൽ അത് പോക്കുവാനായിട്ടുള്ള കഴിവ് ഭാര്യയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. നേരെ തിരിച്ചും ഭാര്യയ്ക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ അത് പോക്കുവാനായിട്ടുള്ള കഴിവ് ഭർത്താവിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ യോസേഫും പിന്നെ മറിയാമും തമ്മിലുള്ളതായ ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം വിഭാവനം ചെയ്യുന്നതായ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞതായ ഒരു അനുഭവമല്ല, മറിച്ച് ഒരാൾക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം മറ്റൊരാളിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് ദൈവം കുടുംബങ്ങൾക്ക് തന്നെ രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ 3 ആളത്വങ്ങളടങ്ങിയതായ ദൈവീക കുടുംബത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്. അവിടെ വിശുദ്ധിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ മൂർത്തഭാവമാണ്. അവിടെ ഐക്യത്തിന് ഒരു ഇടമുണ്ട്. അത് കൂട്ടായ്മയുടെ വലിയൊരു അനുഭവമാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഒരു തലം കൂടിയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. ഓരോ കുടുംബത്തിലും ഈ അനുഭവങ്ങൾ നിലനിൽക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ച വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 അനുഭവങ്ങളാണ്. അതിലെ ശ്രേഷ്ഠമായ അനുഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ ശ്രേഷ്ഠമായ സ്നേഹാധിഷ്ഠിത കുടുംബം, അതാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ
ക്രമപ്പെടുത്തുവാൻ കോണം ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളോട് ഈ സമയം ഇടപെടുകയായിരുന്നുവല്ലോ. കർത്താവേ, ഉത്തമമായ കുടുംബത്തെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ കുടുംബജീവിതവും മാതൃകയുള്ള കുടുംബങ്ങളായി തീരുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ബലഹീനതകളെ പരിഹരിച്ച് നീ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ളതായൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ തക്കോണം ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.